സ്ട്രെയിറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. ഒരുപാട് വർഷങ്ങളായിട്ട് ഓണം വീട്ടിൽ അമ്മയുടെ കൂടെയാണ്. അത് വളരെ അപൂർവമായിട്ടേ മിസ്സാകാറുള്ളൂ. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അങ്ങനെ ഒരുപാട് ഡ്രസ്സൊക്കെ ഉള്ള ഒരാളായിരുന്നില്ല. അപ്പോൾ ആ ഓണത്തിന് കിട്ടുക എന്ന് പറയുന്നത് അത് പിന്നെ അത് കിട്ടിക്കഴിഞ്ഞാൽ തച്ച് കിട്ടുക എന്ന് പറയുന്നതാണ് എൻ്റെ ഏറ്റവും കൂടുതൽ സമയമായിരിക്കും. എൻ്റെ 2 കുട്ടികളും ഹോസ്റ്റലിലാണ് പഠിത്തത്. ഈ ഓണം എന്നൊക്കെ പറയുന്നത് അവർക്ക് അവരുടെ കലണ്ടറിൽ വരുന്ന കാര്യങ്ങൾ ഇന്ത്യൻസ് ഇല്ല, ഞാനേ ഉള്ളൂ. ഞാനും പിന്നെ വേറെ 2 പേരേ ഉള്ളൂ, 2-3 പേര്. ഈ 2 പേരിൽ സസ്പെൻസായിട്ട് പ്രണവമുണ്ടോ? അല്ല, അത് ആ സിനിമ കാണുമ്പോൾ അറിയാം. അപ്പം പിന്നെ വേറൊരു കുട്ടിയെ കൊണ്ടുവന്നു, പകരം ആളിനെ കൊണ്ടുവരുന്നുണ്ട്. ഒരു ഹാഫ് ബ്രിട്ടീഷ് ഗേളാണ്. ആ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഗ്രീസിലാണ്. അത് ആ സോങ്ങുകൾ മിക്സ് ചെയ്തിരിക്കുന്ന UK-ലാണ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് മാർക്ക് ക്ലിയൻ എന്ന് പറയുന്ന ഒരു ലോസ് ആഞ്ചലസിലുള്ള വളരെ പ്രസിദ്ധനായ മ്യൂസിക് കമ്പോസറാണ്. ഈ സന്തോഷ് ശിവനും അതൊരു പുതിയ അനുഭവമാണ്. 3D സിനിമ ചെയ്യാൻ ഭയങ്കര ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ ഒരു ക്യാരക്ടറും അതിൻ്റെ കൂടെ ഒരു ആനിമേറ്റഡ് ക്യാരക്ടർ എൻ്റെ കൂടെ ഉണ്ട്. പിന്നെ ഇതൊരു ഇന്ത്യൻ അല്ലെങ്കിൽ സിനിമയായിട്ട് കാണണ്ട, ഇന്റർനാഷണൽ ഫിലിം ഒരു ഫോർമാറ്റിലേക്ക് ആ സിനിമ മാറി. ഈ സിനിമ ലോകത്തിൽ ഏത് ലാംഗ്വേജിലും നമുക്ക് ഡബ് ചെയ്യാം. മമ്മൂട്ടി എന്നുള്ള നടനെയും വ്യക്തിയെ എങ്ങനെയാണ് കാണുന്നത്? വളരെ സൗഹൃദത്തിലും നല്ല സ്നേഹത്തിലുമാണ് പോകുന്നത്. എപ്പോഴും വിളിക്കാറുണ്ട്, ഞങ്ങൾ സംസാരിക്കാറുണ്ട്. ശിവാജി സാറിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, അമിതാഭ് ബച്ചൻ്റെ കൂടെ, അല്ലെങ്കിൽ നാഗേശ്വർ റാവു സാറിൻ്റെ കൂടെ, രാജ്കുമാർ സാറുമായിട്ട് നല്ല സൗഹൃദമാണ്. ഞാൻ MGR-നായിട്ട് മീറ്റ്, അവരുടെയൊക്കെ ഒരു ബ്ലെസ്സിങ്സ് ഉണ്ട്. ഇപ്പം ഞാൻ അവസാനമായിട്ട് വളരെ അടുത്ത അഭിനയിച്ച രജനീകാന്തിൻ്റെ കൂടെ. അപ്പം അവരൊക്കെ നമ്മളെ അത്രയും ഇഷ്ടപ്പെടുന്നു. മമ്മൂട്ടിയെ നായകനാക്കി ഒരു സിനിമ സംവിധാനം ചെയ്യണം താല്പര്യമുണ്ടോ? അല്ല, അങ്ങനെ സംഭവിക്കട്ടെ. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് പ്രിയങ്കരനായ, മലയാളത്തിൻ്റെ സ്നേഹമായ, മലയാളികൾക്ക് സ്നേഹത്തിൻ്റെ മുഖമായ ശ്രീ മോഹൻലാലാണ് ഈ ഓണക്കാലത്ത് കൗമുദി TV-യുടെ അതിഥിയായി എത്തിയിരിക്കുന്നത്. ഒരു വിശേഷണവും ആവശ്യമില്ലാത്ത നടനാണ് മോഹൻലാൽ. കഴിഞ്ഞ അരനൂറ്റാണ്ടിലേറെയായി, കൃത്യമായി പറഞ്ഞാൽ 47 വർഷക്കാലമായി കലാജീവിതത്തിലൂടെ മലയാളിയുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി തുടരുകയാണ് ഈ അനുഗ്രഹീത നടൻ. കൗമുദിയെ സംബന്ധിച്ചിടത്തോളം കേരള കൗമുദി പത്രത്തിൻ്റെ കാലം തൊട്ടുള്ള ദീർഘകാലമായ ബന്ധമാണ് ശ്രീ മോഹൻലാലുമായിട്ടുള്ളത്. എത്രയോ കാലമായി ആ ബന്ധം ഇപ്പോഴും തുടരുന്നു. ഇന്ന് ഞങ്ങൾക്ക് ശ്രീ മോഹൻലാലിനെ അതിഥിയായി കിട്ടിയത് ഒരു സൗഭാഗ്യമായി കാണുന്നു. ഓണാശംസകളോടെ സ്വാഗതം ചെയ്യാം ശ്രീ മോഹൻലാൽ. നമസ്തേ. അപ്പോൾ ഒരു ഓണക്കാലമാണ്. എപ്പോഴും ഓണാശംസകൾ എല്ലാവർക്കും, പ്രേക്ഷകർക്കും, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഓണാശംസ. നമ്മുടെ മനസ്സിൽ എപ്പോഴും എന്തെല്ലാം തിരക്കുകളുണ്ടെങ്കിലും ഓണം മനസ്സിൽ നിറയും. ഏറ്റവും പ്രിയപ്പെട്ടവർ, അവരുടെ ഓർമ്മകൾ നിറയും. ഈ ഓണം ഇപ്പം നമ്മൾ ഒരുപാട് ഓണം ഉണ്ടവരാണ്, എങ്കിലും എങ്ങനെയാണ് ഇപ്പോൾ ഒരു ഓണം? ഒരുപാട് വർഷങ്ങളായിട്ട് ഓണം വീട്ടിൽ അമ്മയുടെ കൂടെയാണ്. പിന്നെ അമ്മയ്ക്ക് സുഖമില്ലാതായി. എന്നാലും നമ്മൾ എങ്ങനെയെങ്കിലും ഓണത്തിന് ആ ദിവസം അവിടെ എത്താൻ ശ്രമിക്കാറുണ്ട്. അതൊരു റിച്വൽ പോലെ നടന്നു പോവുകയാണ്. പക്ഷേ പണ്ട് കുറച്ചുകൂടെ സമയം കിട്ടുമായിരുന്നു. അമ്മ പൂർണ്ണ ആരോഗ്യവതിയായിരുന്നു. അപ്പം അതിനുള്ള ആൾക്കാർ വരും. എന്നാലും ഇപ്പോഴും പഴയതുപോലില്ല, പലരും നഷ്ടപ്പെട്ടു പോയി. എൻ്റെ ഫാദർ പോയി, ബ്രദർ പോയി. അപ്പോൾ അങ്ങനെ ഓരോരുത്തർ കൊഴിഞ്ഞു പോവുകയാണ്. അപ്പോൾ അമ്മയായിട്ട് ഓണം ആഘോഷിക്കാനാണ് എപ്പോഴും താല്പര്യം. അത് വളരെ അപൂർവമായിട്ടേ മിസ്സാകാറുള്ളൂ. ഇത്തവണയും അതിനുള്ള ശ്രമത്തിലാണ്. എനിക്ക് തോന്നുന്നു അടുത്തിടെ അമ്മയുടെ പിറന്നാൾ ആവിർഭാവം എന്ന് പറയുന്ന കുട്ടിയുടെ പാട്ടൊക്കെ കേൾക്കാനിടയായി. അയാളെ സർപ്രൈസായിട്ട് ഫ്ലൈറ്റ് വെച്ച് കണ്ടതാണ്. അപ്പോൾ വീട്ടിൽ വരാമെന്ന് പറഞ്ഞപ്പോൾ അവന് വീട്ടിൽ വന്നു, അമ്മയുടെ കൂടെ പാട്ട് പാടി. അമ്മ ഇത്തരം പ്രോഗ്രാമുകൾ കാണാറുണ്ട്. എൻ്റെ മദർ പാടുമായിരുന്നു. അതെ. പിന്നെ എപ്പോഴും അമ്മയ്ക്ക് പാടാൻ പറ്റില്ല, പക്ഷെ നമ്മൾ പാടിയാൽ കൂടെ ചുണ്ടനക്കും. എന്നാലും പാട്ടുകൾ എപ്പോഴും കേൾക്കാറുണ്ട്. പിന്നെ അവിടെ ഒരുപാട് ചെറിയ കുട്ടികളൊക്കെ വന്ന് പാട്ട് പാടാറുണ്ട്. അന്നേരം ഇങ്ങനെ താളം അടിക്കുന്നുണ്ട്, പാടാറുണ്ട്. അമ്മയെ ഹോസ്പിറ്റലിലുള്ള ഡോക്ടേഴ്സ് ഉണ്ട്, അമ്മയെ ചികിത്സിച്ചുകൊണ്ട് ഇപ്പോഴും ഇരിക്കുന്ന, അവർക്കൊക്കെ ഇടയ്ക്ക് വന്ന് അമ്മയുടെ കൂടെ ഇരുന്ന് പാട്ടൊക്കെ പാടാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക സൗഹൃദം ഉള്ള ആളാണ് അമ്മ. ഓണക്കാലം പണ്ട് കുട്ടിയായിട്ടിരിക്കുമ്പം എല്ലാവർക്കും നമുക്കെല്ലാം ഓണക്കോടി അച്ഛനും അമ്മയും വാങ്ങിച്ചു തരുന്നു. അത്തരം ഓർമ്മകളുമൊക്കെ മനസ്സിൽ ആ സമയത്ത് ഇത് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമല്ലേ. അതെ. നമ്മൾ അങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തും അങ്ങനെ ഒരുപാട് ഡ്രസ്സൊക്കെ ഉള്ള ഒരാളായിരുന്നില്ല. എൻ്റെ ഫാദർ ഗവൺമെൻറ് സെർവൻ്റ്, ലോ സെക്രട്ടറി ആയിരുന്നു. ലോ സെക്രട്ടറി ആയത് പിന്നെ. അപ്പോൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ ആ സമയത്ത്.
അപ്പോൾ ആ ഓണത്തിന് കിട്ടുക എന്ന് പറയുന്നത് അത് പിന്നെ അത് കിട്ടിക്കഴിഞ്ഞാൽ അത് തച്ച് കിട്ടുക എന്ന് പറയുന്നതാണ് എൻ്റെ ഏറ്റവും കൂടുതൽ സമയമായിരിക്കുന്നത്. അത് ഇണങ്ങുന്ന വിധം തച്ച് കിട്ടുക. പക്ഷെ ആ സമയത്തൊക്കെ ഇവിടുന്ന് നാട്ടിൽ പോകും ഞങ്ങൾ, പത്തനംതിട്ട ഇലന്തൂർ ആ സമയത്ത് പോകും. പിന്നെ അവിടെ കസിൻസൊക്കെ ഉണ്ട്, അവരുമായിട്ടൊക്കെ അല്ലെ എല്ലാ സമയത്തൊക്കെ ഉണ്ട്. ഇലന്തൂരിലെ ഓർമ്മകൾ സജീവമായിട്ടുണ്ട്. ഞാനും ആ നാട്ടുകാരനാണ്, അതുകൊണ്ട്. പക്ഷേ ഏതാണ്ട് ഒരു കോളേജ് കഴിഞ്ഞ ഉടനെ ഞാൻ സിനിമയിൽ വന്നുകൊണ്ട് പിന്നെ അത്തരം ബന്ധങ്ങളൊക്കെ പോയി. പിന്നെ അവിടെ പോകാൻ പറ്റാതായി. പിന്നെ അവിടുത്തെ ആ സ്ഥലങ്ങളൊക്കെ വിറ്റുപോയി. എന്നാലും മനസ്സിലെ ഓർമ്മകളുണ്ട്. കുട്ടിക്കാലത്തെ ഓർമ്മകൾ നമുക്ക് ഇടയ്ക്ക് കണ്ണടച്ചാൽ കിട്ടും. അപ്പോൾ അത്തരം ഓർമ്മകളുണ്ട്. നമ്മളവിടെ വള്ളംകളി കാണുന്നത്, അല്ലെങ്കിൽ ഞാൻ നീന്താൻ പോകുന്നത്, വള്ളത്തിൽ പോകുന്നത്, പോകുന്നതൊക്കെ ഓർമ്മയുണ്ട്. ഇപ്പം മകൾ എല്ലാം ഉണ്ടല്ലോ, ഇപ്പം അവർക്കൊക്കെ ഓണക്കോടി വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളൊരു സങ്കല്പം ഇപ്പോൾ ഉണ്ടോ? അവരെയൊക്കെ സമയത്ത് കിട്ടുമോ? എങ്ങനെയാണ്? എൻ്റെ 2 കുട്ടികളും ഹോസ്റ്റലിലാണ് പഠിച്ചത്. രണ്ടുപേരും ഒരു ഊട്ടിയിലെ ഒരു സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ ആ സമയത്ത് ഹെബ്രോൺ നല്ല സ്കൂളാണ്. ആ സമയത്ത് ഈ ഓണം എന്നൊക്കെ പറയുന്നത് അവർക്ക് അവരുടെ കലണ്ടറിൽ വരുന്ന കാര്യങ്ങളായിരുന്നു. പിന്നെ 2 പേർക്കും അങ്ങനെ ഒരു ഓണക്കോടി എന്നുള്ളൊരു കോൺസെപ്റ്റ് ഒന്നും ഇല്ല. കാര്യം അത് ആ സ്കൂളിൽ പഠിച്ച് അങ്ങനെയൊക്കെ പോയി. അപ്പോൾ അത്തരം പിന്നെ ഓണത്തിന് ഇരിക്കുക അങ്ങനെയുള്ളൊരു കൾച്ചർ അവർക്ക് ഇല്ലാതായി. അപ്പം നമ്മളതിനു വേണ്ടി ശ്രമിക്കുന്നില്ല. ആ സമയത്ത് അവരിപ്പോൾ എൻ്റെ മകനിപ്പം ഇവിടെ ഇല്ല, അവൻ ജർമ്മനിയിലാണ്, എൻ്റെ മകൾ തായ്ലൻഡിലാണ്. അപ്പം ഇതിനു വേണ്ടി അവരെ വിളിച്ചു വരുത്തേണ്ട കാര്യമില്ല. അവരവരുടെ രീതിയിൽ ആ ഒരു പുതിയ തലമുറയാണ്. അവർക്ക് ഓണത്തിനെ കുറിച്ചൊക്കെ അറിയാം. പിന്നെ കേരളമായിട്ട് ബന്ധമില്ലാത്തത് കൊണ്ട്, കേരളമാണല്ലോ കുറച്ചുകൂടെ. അതെ അതെ. പിന്നെ ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ ഒരു കുട്ടിക്കാലത്ത് ഒരുപാട് പേര്, അല്ലെങ്കിൽ അച്ഛനമ്മ, അല്ലെങ്കിൽ അപ്പൂപ്പൻ അമ്മൂമ്മ, അല്ലെങ്കിൽ അപ്പച്ചി അമ്മാവൻ, അങ്ങനെ ഒരു വലിയ അവരുടെ ഒരു ഓറയ്ക്കകത്ത് കിടന്നാണ് നമ്മൾ വളർന്നത്, അവരുടെ സ്നേഹവലയത്തിനകത്ത്. അപ്പോൾ ഈ കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് അങ്ങനെ ഉള്ളൊരു സമയമില്ല, അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല. അതുപോലെ ഒരുപാട് ബന്ധുക്കളും ഒന്നും ഇല്ലല്ലോ. ഒരുപാട് ബന്ധുക്കളില്ല. ഞാൻ മദ്രാസിലാണ് കൂടുതൽ സമയം. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മൾ അച്ഛനമ്മ എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. അവർക്ക് അല്ലെങ്കിൽ കാണുമ്പോഴൊക്കെ ഓക്കെ ആണെങ്കിലും, അല്ലാതെ ഓണത്തിന് അവിടെ പോകണം, അല്ലെങ്കിൽ ഇത് വാങ്ങിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അത് എല്ലാത്തിലും റിഫ്ലക്റ്റ് ചെയ്യും. അത് ഇപ്പം ലാലേട്ടൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പോൾ പുതിയ തലമുറ എല്ലായിടത്തും കാലം മാറുന്നതിനനുസരിച്ചല്ലേ. പിന്നെ കൂടുതൽ ഇവിടെ കേരളത്തിലാണെങ്കിൽ കുറച്ചുകൂടെ നമുക്കൊരു അവരിവിടാണ് പഠിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഫ്രണ്ട്സ് ഉണ്ടാകുമായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സായിട്ടൊക്കെ കുറച്ചുകൂടെ ബന്ധങ്ങൾ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ അതിന് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് കിട്ടിയതെല്ലാം അവർക്കും കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. അവരവരുടേതായ രീതിയിൽ വേറൊരു തരത്തിൽ ജീവിക്കുന്നവരാണ്. അതെ, നമ്മുടെയൊക്കെ മനസ്സിൽ പക്ഷേ ഓണത്തിൻ്റെ ഒരു മാധുര്യം എപ്പോഴും. അതാണ് ഞാൻ പറഞ്ഞത്. അത് നമ്മുടെ കുട്ടിക്കാലത്ത്, സ്കൂൾ കാലത്തെയാണ്. ചെറുപ്പകാലത്ത് നമ്മൾ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യും ഒരു ഓണക്കോടി കിട്ടാൻ, അല്ലെങ്കിൽ നല്ലത് കിട്ടണം, അല്ലെങ്കിൽ പോയി റിക്വസ്റ്റ് ചെയ്യും. അതൊന്നും അവർക്കിപ്പം ആവശ്യമില്ല. പിന്നെ കാലം മാറി, അവർക്ക് ഇപ്പം ആവശ്യത്തിന് അവർക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അവർ പറയാതെ തന്നെ നമ്മൾ ചെയ്യുന്നതുണ്ട്. പിന്നെ എൻ്റെ കുട്ടികൾക്ക് അങ്ങനെ ഒരു ഇത്തരം കാര്യങ്ങളിലൊന്നും ഒരു ഫാസിനേഷൻ ഇല്ലാത്ത കുട്ടികളാണ്. അങ്ങനെ ഈ വർഷം ഒരു പ്രത്യേകതയുള്ള വർഷമാണ്. ലാലേട്ടനിലെ കലാകാരനെ സംബന്ധിച്ചിടത്തോളം അഭിനയ ജീവിതത്തിനോടൊപ്പം സംവിധായകനായി മാറിയ വർഷമാണ്. എന്തൊക്കെയാണ് ബെറോസിൻ്റെ വിശേഷങ്ങൾ? ബെറോസ് പിന്നെ എപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ നടന്ന പല കാര്യങ്ങളും നമ്മൾ പ്ലാൻഡായിട്ടുള്ള കാര്യങ്ങളല്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ പെട്ടെന്ന് എന്താ പറയുന്നത്, ഇപ്പോൾ കർണഭാരം പെട്ടെന്ന് മനസ്സിൽ വരുന്ന കാര്യമാണ്. ഒരു നാടകം, സംസ്കൃത നാടകം, അതൊരിക്കലും ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടില്ല. എങ്ങനെ ചെയ്തു എന്നും എനിക്കറിയില്ല. അല്ലെങ്കിൽ വാനപ്രസ്ഥം എന്നൊരു സിനിമ, ഒരു കഥകളി നടനായിട്ട്. അപ്പോൾ അത്തരത്തിൽ, അല്ലെങ്കിൽ പിന്നെ ഒരു കഥയാട്ടം, അല്ലെങ്കിൽ ഒരു നാടകം, ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വിസ്മയം എന്നൊക്കെ പറയുന്നത്. കാര്യം അറിയാതെ ചെയ്യുന്ന ഒരു, അപ്പോൾ അങ്ങനെ ഒരു പ്രോജക്റ്റ് വരുമ്പോൾ അതിലേക്കൊരു താല്പര്യം ഉണ്ടാകും. കാര്യം നമ്മൾ ഇന്ന് വരെ ചെയ്യാൻ കഴിയാത്തൊരു കാര്യം, അത്തരത്തിലൊരു കാര്യമാണ് ബെറോസ്. ബെറോസ് എന്നുള്ള അതെങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനും ടി കെ രാജീവ് കുമാറായിട്ടൊക്കെ ഒരുപാട് പ്രോജക്ട്സുകൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഒരുപാട് ഷോകൾ ചെയ്തിട്ടുണ്ട്. അപ്പം ആരും ചെയ്യാത്ത, അല്ലെങ്കിൽ ആരും ഇന്ത്യയിൽ പുറത്ത് ചെയ്തിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. അങ്ങനെയല്ല, നമുക്കൊരു 3D പ്ലേ അങ്ങനെ ആരും ചെയ്തിട്ടില്ല. അതായത് കണ്ണാടി വെച്ചിട്ട് കാണണം. അത് ശരി, അതത്ര എളുപ്പമല്ല. പക്ഷേ പോസിബിൾ ആണോ എന്ന് അറിയാനായിട്ട് അതിനൊരു പ്രാക്ടിക്കലായിട്ട് ഇതിനെ എങ്ങനെ ചെയ്തെടുക്കാം. അല്ലെ, കണ്ണാടി വെച്ച് കാണുമ്പോൾ ഇത് ലൈവാണല്ലോ. ലൈവായിട്ട് കാണണം, പറ്റും. അപ്പോൾ അതിന് ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ ചർച്ച ചെയ്ത് വന്നപ്പോഴും ആദ്യത്തെ 3D ഫിലിം
എടുത്തിരിക്കുന്നത് നവോദയാണ്. അതിൽ രാജീവ് കുമാർ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജിജുവായിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ പോവുകയും അതിൻ്റെ ഒരു പോസിബിലിറ്റി കണ്ടുപിടിക്കുകയും ചെയ്തു. അങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളതിൻ്റെ ഒരു കോസ്റ്റ് ഫാക്ടർ ഭയങ്കരമായിട്ട് വരും. ഒരു സ്ഥലത്തു നിന്ന് മാറ്റി വേറെ സ്ഥലത്തേക്ക് പോകണം. അങ്ങനെ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു ഭയങ്കരമായ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് അതിലേക്ക് വരുന്നതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചു. നമുക്കിനി അതിനെ എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ജിജോ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റോറി ലൈനുണ്ട്, ഒരു സ്ക്രിപ്റ്റുണ്ട്, അതൊരു 3D ഫിലിമൊക്കെ ആക്കി ചെയ്യാവുന്നതാണ്. കാര്യം അപ്പം അദ്ദേഹമാണ് ആദ്യത്തെ സിനിമ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് 1-2 സിനിമ ട്രൈ ചെയ്തു. അത് വലിയ സക്സസ്ഫുൾ ആയിട്ടില്ല. പിന്നെ ഏതാണ്ട് 40 വർഷം കഴിഞ്ഞിരിക്കുന്നു. അതല്ല, ലാൽ സാറിനെ ആദ്യം ഇൻ്റർവ്യൂ ചെയ്തവരിൽ ഒരാൾ കാണുന്നത് അല്ലേ? മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലേക്ക്. അല്ല, കുട്ടിച്ചാത്തിന് ഇറങ്ങിയിട്ട് ഒരുപാട് വർഷം കഴിഞ്ഞിരിക്കുന്നു. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയും ഒരുപാട് ഫോറിനേഴ്സൊക്കെ ആക്ട് ചെയ്യേണ്ട ഒരു സിനിമയാണ്. അങ്ങനെയാണെങ്കിൽ ആ സിനിമ നമുക്ക് ചെയ്യാമെന്നൊരു ധാരണയിലേക്ക് വന്നു. അപ്പം അതിൻ്റെ കാസ്റ്റിംഗ് ഒക്കെ എല്ലാം പുറത്തുനിന്നല്ല, കൂടുതൽ ഇപ്പോൾ അതിൽ അഭിനയിച്ചിരിക്കുന്ന സ്പെയിനിൽ നിന്നുള്ള ആക്ടേഴ്സ് ഉണ്ട്, പോർച്ചുഗലുണ്ട്, ഗ്രീസിൽ നിന്നുള്ള ആക്ടേഴ്സ് ഉണ്ട്. സാങ്കേതിക മേഖലയിലും വിദേശത്തു നിന്നുള്ളവരുണ്ട്. എല്ലാം അഭിനയിച്ചിരിക്കുന്ന ഇന്ത്യൻസ് ഇല്ല, ഞാനേ ഉള്ളൂ. ഞാനും പിന്നെ വേറെ 2 പേരുണ്ട്. 3 പേര്. ഈ 2 പേരിൽ സസ്പെൻസ് ആയിട്ട് പ്രണവമുണ്ടോ? അല്ല, അത് ആ സിനിമ കാണുമ്പോൾ അറിയാം. ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ രസം പോയില്ല, ഇല്ലെന്ന് പറഞ്ഞാലും രസം പോകും. അതെ, എല്ലാം ഈ ആക്ടേഴ്സ് ഉൾപ്പെടെ ഉള്ളവരെല്ലാം പുറത്തുനിന്നുള്ളവരാണ്. അത് ഡയറക്റ്റ് ചെയ്യാന്നുള്ളതാണല്ലോ അതിൽ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. അപ്പോൾ അങ്ങനെ ആയി കഴിഞ്ഞു. അപ്പോൾ ഇത് ആര് പിന്നെ അതിൻ്റെ കഥയൊക്കെ ആയിട്ട് ഇത് ആര് ചെയ്യുമെന്ന് പറഞ്ഞപ്പം ജിജോ പറഞ്ഞു ഈ സിനിമ ഞാൻ ചെയ്യുന്നില്ല. ഇത് കഴിഞ്ഞിട്ടുള്ള കാര്യം ഈ സിനിമയെക്കാട്ടിലും ഒരു വലിയ സിനിമയാണ് അദ്ദേഹത്തിന് വേണ്ടത്. അപ്പോൾ ഇത് വേറെ ആര് ചെയ്യും, ഞങ്ങളാണത് ഞങ്ങളുടെ പ്രൊഡക്ഷനിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആലോചിച്ചപ്പം ഞാൻ സിനിമയിൽ വന്ന് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെയാണ്. മറ്റേ സിനിമ ഉണ്ടെങ്കിലും തിരനോട്ടം ഉണ്ടെങ്കിൽ ഇതിൽ കൂടെയാണ് വന്നത്. അപ്പോൾ അവരുടെ തന്നെ ഒരു പ്രോജക്റ്റ് വീണ്ടും എന്നിലേക്ക് വരുന്നു. നമ്മുടെ ഇതൊരു വലിയ ചാൻസാണ്. അപ്പോൾ അങ്ങനെ ആയി. അവസാനം ഞാൻ പറഞ്ഞെങ്കിലാണെങ്കിൽ ഞാൻ ചെയ്യാം, അല്ലാതെ ഞാനൊരു സിനിമ ഡയറക്റ്റ് ചെയ്യാനായിട്ട് അതിലൊരുപാട് പ്രത്യേകതകളുള്ള സിനിമ ആയതുകൊണ്ട്. അതൊരു 3D ഫിലിമാണ്, മുഴുവൻ പുറത്തുനിന്നുള്ള ആക്ടേഴ്സാണ്, വളരെ ചിൽഡ്രൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫിലിമാണ്. അതുകൊണ്ട് ചിത്രം എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ ചിൽഡ്രൻ ഫ്രണ്ട്ലിയാണ്. നമ്മളിലുള്ള കുട്ടികൾക്കും അത് ഇഷ്ടമാവും, കുട്ടികൾക്കും അത് ഇഷ്ടമാവും. അപ്പോൾ അങ്ങനെ ആയപ്പോൾ പിന്നെ ആ സിനിമ നമ്മൾ തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ജിജോ ആയിരുന്നു അതിൻ്റെ മേൽനോട്ടം. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കഥയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താൻ അപ്പോൾ അദ്ദേഹം അത് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞു, എന്നാൽ ഞാൻ അതിൽ നിന്ന് മാറി നിൽക്കാം. കാര്യം അത് അദ്ദേഹത്തിൻ്റെ കഥയാണെങ്കിലും അതിൽ മാറ്റങ്ങൾ വരുത്താനുള്ള സ്വാതന്ത്ര്യം തന്നിട്ട് അദ്ദേഹം അത് മാറി. ഇപ്പോൾ ആ സിനിമ കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് കോവിഡ് വന്നു. ഞങ്ങളുടെ അതിലെ മെയിൻ ഒരു ചെറിയ കുട്ടി, അവർ USA എന്നുള്ള കുട്ടിയായിരുന്നു, ഊട്ട എന്ന് പറയുന്ന സ്ഥലത്ത്. അവർ ഏതാണ്ട് ഒരു വർഷം വന്നിട്ട് ഇതിലെ മുഴുവൻ ഡയലോഗ്സുകൾ കാണാതെ മെമ്മറൈസ് ചെയ്തു, പഠിച്ചു, എല്ലാം റെഡിയായപ്പോഴത്തേക്ക് അവർക്ക് തിരിച്ചു പോകേണ്ടി വന്നു. ശരി. അവർ വീണ്ടും ഒരിക്കൽ കൂടെ വന്നു, പക്ഷേ പിന്നെയും പോയി. അങ്ങനെ 2 പ്രാവശ്യം USA നിന്ന് വന്നിട്ട് പിന്നെ അവർക്ക് വിളിച്ചപ്പോൾ അവർക്ക് അത് ബുദ്ധിമുട്ടായി. അവരുടെ സ്കൂളിലെ പഠിത്തം അതൊക്കെ മാറി. പിന്നെ അവർ ആ സമയത്ത് ചില ആൾക്കാർ ഈ വാക്സിനേഷന് എതിരായിരുന്നു. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി അവിടെ ഉണ്ട്, US-ലുണ്ട്. അപ്പോൾ അവർ അതിൽപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല, ഇതിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ കാണിക്കണം. അപ്പോൾ പിന്നെ വേറൊരു കുട്ടിയെ കൊണ്ടുവന്നു, ഒരു ഹാഫ് ബ്രിട്ടീഷ് ഗേളാണ്. ശരി. അപ്പോൾ അങ്ങനെയായി ഈ സിനിമ അത് തീർന്നു. അപ്പോൾ അതൊരു ഇൻ്റർനാഷണൽ സിനിമയാണ് അന്നേരം. അങ്ങനെ ആകണം. കാര്യം അതിൻ്റെ ഒരുപാട് പ്രത്യേക. അപ്പോൾ ഞാനിങ്ങനെ ഒരു കുട്ടിയുടെയും ഒരു ഗോസ്റ്റിൻ്റെയും കഥയാണ്. അപ്പോൾ ആ കുട്ടികളുടെ ഒരു സിനിമയിൽ അതിൻ്റെ ഒരു മ്യൂസിക്കിന് വളരെ ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ നോക്കിയപ്പോഴാണ് ലിഡിയൻ നാഗേശ്വരം എന്ന് പറയുന്നത്. അന്ന് അതിന് ഒരു 12 ഇയേഴ്സേ ഉള്ളൂ. അയാൾക്ക് പ്രോഡിജിയാണ്. ഞാൻ അയാളെ കിട്ടുമെന്ന് നോക്കി. അപ്പോൾ അയാളെ കിട്ടി. അപ്പോൾ ഒരു 10-16 വയസ്സായി, 4 വർഷം കഴിഞ്ഞു. ബാക്കി അയാൾ മ്യൂസിക് കമ്പോസ് ചെയ്തു. പിന്നെ അയാൾക്ക് നമ്മളതിൻ്റെ എല്ലാ ഫ്രീഡം കൊടുത്തിട്ട് ഞങ്ങൾ അതിൻ്റെ ആ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഗ്രീസിലാണ്. ശരി. മെസഡോണ എന്നുള്ള സ്ഥലത്താണ്. അത് ആ സോങ്ങുകൾ മിക്സ് ചെയ്തിരിക്കുന്നത് UK-ലാണ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് ചെയ്തിരിക്കുന്നത് മാർക്ക് ക്ലിയൻ എന്ന് പറയുന്ന ഒരു ലോസ് ആഞ്ചലസിലുള്ള വളരെ പ്രസിദ്ധനായ മ്യൂസിക് കമ്പോസറാണ്.
അത് അവിടെയും ബുഡാപെസ്റ്റ് എന്നൊക്കെയുള്ള സ്ഥലത്താണ് ചെയ്തിരിക്കുന്നത്. അന്നേരം ആദ്യത്തെ ഈ സംവിധാന സംരംഭം വളരെ വലിയ വൈവിധ്യമാർന്ന ഒരുപാട് സവിശേഷതകളുള്ള ഒരു അതിൻ്റെ ഞാനിപ്പോൾ ഈ സമയത്ത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഫൈനൽ മിക്സ് നടക്കുകയാണ്. അവരും US എന്നുള്ള ആൾക്കാരാണ്. ഇവരൊക്കെ ഒരുപാട് അക്കാഡമി അവാർഡുകൾക്കൊക്കെ നോമിനേറ്റ് ചെയ്ത ആൾക്കാരാണ്. ശരി. അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ സന്തോഷ് ശിവനാണ്. അദ്ദേഹം ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ക്യാമറമാൻമാരുടെ പട്ടികയിലേക്ക് PR ആഞ്ജനിയോ പുരസ്കാരം കാനിൽ ആദരിക്കപ്പെട്ടു. എനിക്കൊന്ന് സന്തോഷ് ശിവൻ ലാലേട്ടൻ്റെ ജീവിതത്തിലെ പല സിനിമകൾ ഏറ്റവും ഒരു വഴിത്തിരിവുകളായ പല സിനിമകളിൽ ഇപ്പോൾ കാലാപാനിയാണെങ്കിലും ഇരുവറാണെങ്കിലും വാനപ്രസ്ഥമാണെങ്കിലും ബെറോസ് ആണെങ്കിലും അതുപോലെ തന്നെ ഇപ്പോൾ യോദ്ധയും അതുപോലെ ഒരു എൻ്റർടൈനർ അതടക്കം അദ്ദേഹത്തിന് ഈ സിനിമകളൊക്കെ അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് ചെയ്ത നമ്മളെ. അപ്പോൾ ഈ സന്തോഷ് ശിവനും അതൊരു പുതിയ അനുഭവമാണ്. 3D സിനിമ ചെയ്യാൻ ഭയങ്കര ചെയ്തിട്ടില്ല. 3D എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ 3D ഫിലിംസ് എന്ന് പറഞ്ഞ് കാണുന്നതെല്ലാം 2D എന്നാണ് സാധാരണ അതിനെ 3D ആക്കുന്നതാണ്. ഇത് നമ്മൾ 3D ക്യാമറ എന്ന് പറഞ്ഞാൽ 2 ക്യാമറയാണ്. ഒരു ക്യാമറ ഇങ്ങനെ ഒരു ക്യാമറ മുകളിൽ വെച്ചാൽ ഷൂട്ടിങ്. നമ്മുടെ 2 കണ്ണുകൾ പോലെയാണ്. എന്നിട്ട് അതിനെ അലൈൻ ചെയ്യും. അതൊരു പ്രോസസ്സാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ ഒരു ക്യാരക്ടറും അതിൻ്റെ കൂടെ ഒരു ആനിമേറ്റഡ് ക്യാരക്ടർ എൻ്റെ കൂടെ ഉണ്ട്. അതങ്ങനെ ഇന്ത്യൻ സിനിമയിൽ വന്നിട്ടില്ല. ഈ ബെറോസ് എന്ന് പറയുന്നത് തന്നെ ലാലേട്ടൻ അവതരിപ്പിക്കുന്ന കഥാപാത്രമാണോ? അതെ, ആണ്. അതിനെക്കുറിച്ച് കഥകൾ വന്നു. അതൊരു മിത്താണ്. മുത്തപ്പൻ എന്ന് പറയുന്ന ഒരു മിത്തുണ്ട്. അതൊരു പോർച്ചുഗൽ കഥയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കാപ്പിരി മുത്തപ്പൻ എന്ന് പറഞ്ഞാൽ ഇപ്പം കൊച്ചിൻ അത് ഏതാണ്ട് 120 വർഷത്തിലധികം പോർച്ചുഗീസുകാർ ഭരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ കഥ നടക്കുന്ന ഗോവയിലായിട്ടാണ്. അപ്പോൾ അതിലെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അവർ ലിസ്ബൺ എന്ന് പറയുന്നത് ഗോൾഡൻ ഗോവ എന്ന് പറയുന്നത് ലിസ്ബണേക്കാട്ടിലും അവർക്ക് ഇഷ്ടമുള്ള സ്ഥലമായിരുന്നു ഗോവ. ശരി. അപ്പോൾ പറയുന്നത് അവർ പ്രത്യേക സമയത്തൊരു വിൻഡുണ്ട്. അപ്പോൾ അവിടെ ഷിപ്പിട്ടാൽ ഇവിടെ വന്ന് കറക്റ്റായിട്ട് നിൽക്കും. അങ്ങനെ ആ സമയത്ത് അവരിവിടെ വന്ന് സെറ്റിലാകുകയും അവർ അനധികൃതമായിട്ട് സമ്പാദിച്ച സ്വത്തുക്കളും അങ്ങനെ വേണമെങ്കിലും പറയാം, അല്ലാതെ ലൂട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാകാം. അങ്ങനത്തെ ഒരുപാട് ട്രഷർ. ഒരു സമയമായപ്പോൾ മറാഠാസിൻ്റെ ഒക്കെ അറ്റാക്ക് വന്നു. അവർക്ക് ഇവിടുന്ന് വിട്ട് പോകേണ്ടി വന്നു. അപ്പോൾ ആ സമയത്ത് ഇവർക്ക് ഇതെല്ലാം ട്രഷർ എടുത്തുകൊണ്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് അവരുടെ ഒരു ആഫ്രിക്കൻ ഉഡു ഒരു മന്ത്രവാദം ചെയ്തിട്ട് അവർ ചെയ്യുന്നത് അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് വരുന്ന അടിമകളിലെ ആരെങ്കിലും ഒരാളെ ഒരു പ്രത്യേക ഒരു മന്ത്രവാദത്തിലൂടെ അയാളെ കൊന്നിട്ട് വാളിൽ പേസ്റ്റ് ചെയ്യും. പണ്ട് കാലങ്ങളിലൂടെ നമ്മൾ ഈ കുട്ടനാടൊക്കെ ഇത് ചെയ്യുന്നതൊക്കെ പറഞ്ഞ കഥകളൊക്കെ ഉണ്ട്. അറിയാതെ പറ്റുന്നതായിരിക്കും. അയാളെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ഒരു ഗോസ്റ്റായിട്ട് മാറിയിട്ട് പിന്നെ അയാളാണ് ഇത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഇവർ തിരിച്ച് വരുന്നിടം വരെ, അല്ലെങ്കിൽ ഇവരുടെ അനന്തരാവകാശി വരുന്നത് വരെ. അപ്പോൾ ഗോസ്റ്റിൻ്റെ റോളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഗോസ്റ്റാണ് ഞാൻ. അതിൻ്റെ ആനിമേറ്റഡ് ഇതുമുണ്ട്. ഇല്ല, ആ ഗോസ്റ്റിൻ്റെ കൂടെയുള്ള ആൾക്കാരാണ്. അപ്പോൾ അതും ആ ഗോസ്റ്റും പിന്നെ ഇതിൻ്റെ ഒരു തലമുറയിൽപ്പെട്ട ഒരു കുട്ടിയുമായിട്ടുള്ള കഥയാണ്. ഇപ്പോൾ ഈ സിനിമയിൽ പ്രധാന വേഷം അഭിനയിക്കുകയാണ്, അതേസമയം ഡയറക്റ്റ് ചെയ്യുകയും ചെയ്യും. ഈ ഒരു ചലഞ്ച് എങ്ങനെ ഫേസ് ചെയ്തു? അതിൻ്റെ ഒരു അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും. നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഇപ്പോൾ സന്തോഷമായാലും ഒക്കെ ഒരുപാട് വർഷത്തെ പരിചയവും സ്നേഹവും ഒക്കെ ഉള്ളതുകൊണ്ട് രാജീവായാലും ഞാൻ രാജീവിനെ വിളിച്ചു. അപ്പോൾ ഇതിൽ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണിന് സ്ട്രെയിൻ ഇല്ലാതെ ഷൂട്ട് ചെയ്യണം. 3D അല്ലേ, ഇത് കണ്ണാടി വെച്ച് തലവേദന വന്നു കഴിഞ്ഞാൽ കുഴപ്പമാവും. അപ്പോൾ അതിന് ഫോക്കൽ ലെങ്തുകളുണ്ട്, അതൊക്കെ ആ ടേംസുകളാണ്. പിന്നെ ഷോട്ട് എടുക്കുന്ന രീതിയിൽ വളരെ പ്രത്യേകതകളുണ്ട്. നമുക്ക് മ്യൂസിക്കും കൂടെ കമ്പോസ് ചെയ്ത് ചെയ്യണം. പിന്നെ എനിക്ക് തോന്നുന്ന ഒരു ചിൽഡ്രൻ ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ അതിൽ ഭയങ്കരമായ ഒരു ബ്ലഡ് ഷെഡോ അല്ലെങ്കിൽ ഭയങ്കര നമുക്ക് ഒരു സിനിമ കാണാൻ, ചില സിനിമകളൊക്കെ കാണാൻ പറ്റില്ല എന്ന് പറയുന്ന രീതിയിലുള്ള സിനിമകളുണ്ട്, വയലൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത്തരത്തിലൊന്നും അല്ലാതെ നമ്മൾ ആദ്യം ഒരു ചിത്രം സംവിധാനം ചെയ്യുമ്പോൾ ഇതെല്ലാം കൂടെ ഒത്തു കിട്ടുക എന്ന് പറയുന്നതാണ്. പിന്നെ ഇതൊരു ഇന്ത്യൻ അല്ലെങ്കിൽ സിനിമയായിട്ട് കാണണ്ട, ഇന്റർനാഷണൽ ഫിലിം ഒരു ഫോർമാറ്റിലേക്ക് ആ സിനിമ മാറി. ഇനിയൊക്കെ ആ സിനിമ കണ്ടിട്ടാണ് എൻ്റെ അടുത്ത് പിന്നെ ചോദിക്കല്ലേ ഇതൊക്കെ പറഞ്ഞിട്ട് ഇതായിരുന്നു സിനിമ. അല്ല, ലാംഗ്വേജ് എത്ര വിവിധ ഭാഷകളിൽ ഇറങ്ങും. നമുക്ക് ഇന്ത്യൻ ലാംഗ്വേജ് മുഴുവൻ ചെയ്യാം. ഈ സിനിമ ലോകത്തിൽ ഏത് ലാംഗ്വേജിലും നമുക്ക് ഡബ് ചെയ്യാം. ഇപ്പോൾ ലാൽ സാറിന് തൃപ്തിയാണ് ഒരു ഡയറക്ടർ എന്നുള്ള ഫസ്റ്റ് അറ്റംപ്റ്റ്. നമ്മൾ ഇപ്പോൾ നമുക്ക് അതൊരു അത് സംഭവിക്കുന്നതാണ്. അത് ആ സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഒരു ഇൻ്റർവ്യൂവിന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയാം. കാര്യം അത്രയും നമുക്കൊരു ഇതുകൊണ്ട് ഇനി ഒരു ഭയങ്കര സിനിമ എന്നല്ല, പക്ഷേ
ഇങ്ങനൊരു സിനിമ ചിലപ്പം ആരും അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. സിനിമയെക്കുറിച്ച് പണ്ട് മുതലേ പറയാറുള്ളത് സിനിമ ഒരു കൂട്ടായ്മയാണ്, ഒരു ടീം വർക്കാണ്. പക്ഷേ അതൊരു ഡയറക്ടറുടെ, ഒരു സംവിധായകൻ്റെ സൃഷ്ടിയാണെന്നും പറയും. അങ്ങനെയൊക്കെ എല്ലാം ആയിരിക്കുമല്ലോ. ഇപ്പോൾ അദ്ദേഹമാണ് ഇത് ഡിസൈഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അതിൽ ചില തർക്കങ്ങളുണ്ടാകാം, അതിനൊക്കെ ചില കോംപ്രമൈസുകൾ ഉണ്ടാകാം. എല്ലാം നമ്മളാണെന്നല്ല, അത്തരത്തിലുള്ള ചില സംവിധായകരുണ്ടാകാം. പക്ഷേ ഇപ്പം ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ട് അങ്ങനെയല്ല, അത് എൻ്റെ ഒരു സ്വതന്ത്ര ഒരു ചിന്തയിൽ കൂടെ വരുന്ന സിനിമയാണ്. അപ്പോൾ എല്ലാവർക്കും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. നേരത്തെ അഭിനയിക്കുമ്പം തന്നെ ഇതിൻ്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കി വരുന്ന ഒരു അനുഭവ പരിചയം ഉണ്ടല്ലോ. ഒരുപാട് സിനിമകൾ നമ്മൾ വർക്ക് ചെയ്തു. അപ്പോൾ ഒരു ഷോട്ട് എടുക്കാനോ കാര്യങ്ങളോ എങ്ങനെ വരും ഈ സിനിമ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലൊരു ധാരണയുണ്ടാവും. പിന്നെ ഇതിൻ്റെ പ്രത്യേകതകളെന്ന് പറയുന്നത് സാധാരണ സിനിമ ഷൂട്ട് ചെയ്യുന്ന പോലെയല്ല. അതിൻ്റെ VFXകൾ ഞങ്ങൾ പുറത്താണ് ചെയ്തത്, തായ്ലൻഡിലാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടിരുന്ന തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു ചിത്രമായിരുന്നു അല്ലേ? 100%. നമ്മളൊരു സാധാരണ ഒരു സിനിമ, ഒരു മലയാള സിനിമ അല്ലെങ്കിൽ ഒരു ആക്ടർ സംവിധാനം ചെയ്യുന്നൊരു സിനിമ എന്ന് പറയുന്നതിൻ്റെ ഒരു ധാരണയോടുകൂടി പോകുന്നവർക്ക് വ്യത്യസ്തമായ ഒരു സിനിമയായിരിക്കും. അത് വൻ വിജയമാവട്ടെ, മലയാള സിനിമയിലെ ഒരു അങ്ങനെ ആയി മാറട്ടെ. അതൊരു മലയാള സിനിമയല്ല, നമുക്ക് ഒരു ഇന്ത്യൻ സിനിമയായിട്ട് പുറത്തൊക്കെ കാണിക്കാൻ പറ്റുന്ന ഒരു സിനിമ ആകാൻ വേണ്ടിയിട്ടാണ്. അതെ, ഒരുപാട് സ്ട്രെയിൻ എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ കൂടുതലും സൗണ്ട് എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ്. അപ്പോൾ അതിന് വളരെ ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത്. അതിൻ്റെ പോസിബിലിറ്റി സൗണ്ട് ആയാലും മ്യൂസിക് ആയാലും ഒക്കെ. അതുകൊണ്ടാണ് പുറത്തുനിന്ന് ഇവിടെ ആൾക്കാരില്ലാത്തതുകൊണ്ടല്ല, പക്ഷെ അവർക്കാകുമ്പോൾ അവരുടെ ഒരു ഇന്റർനാഷണൽ ഫീൽ കിട്ടാൻ ഏറ്റവും വലിയ പെർഫെക്ഷൻ വേണോ? പെർഫെക്ഷനുണ്ട്. നമ്മൾ കേൾക്കാത്ത ഒരു മ്യൂസിക് ആയിരിക്കും അത്. കാര്യം ഒരു ഗോസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു ഫാൻറ്റസിയുടെ ഏറ്റവും വലിയ രീതിയിലേക്ക് അതിനെ കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളത് നമ്മൾ ആലോചിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു സിനിമ സംവിധാനം ചെയ്ത് കഴിഞ്ഞു, അന്നേരം ഇനിയും ഈ സിനിമകൾ സംവിധാനം ചെയ്യാനുള്ളൊരു പ്രേരണ ഈ ചിത്രം നൽകുന്നുണ്ടോ? തീർച്ചയായും ഇതിൻ്റെ ഒരു വിജയപരാജയങ്ങളൊക്കെ ആലോചിച്ചിട്ടാണ്. പിന്നെ അങ്ങനെ ഇതുകൊണ്ട് ഒരു ആത്മവിശ്വാസം ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണല്ലോ ഇത് ചെയ്തത്. ഈ ഒരു സിനിമ ചെയ്താൽ ഭയങ്കര ആത്മവിശ്വാസം ഉണ്ടാവും. കാര്യം നമുക്ക് ഇതിലും നല്ല സിനിമകൾ ചെയ്യാം. കാര്യം അത്രയും നമ്മൾ ഒരുപാട് ആ സിനിമയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടു. ഒരുപാട് കാര്യങ്ങൾ ഇത്രയും ഒരു 3-4 വർഷം അതിലേക്ക് പോയി. പലവിധ നമുക്ക് കോവിഡ് എന്നൊക്കെ ഉള്ളത് ഇത് നേച്ചറായിട്ടുള്ള കണക്റ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അതല്ലാതെ ഒരുപാട് നമുക്ക് വലിയൊരു എഫേർട്ട് ഉണ്ട്. ഇതിൻ്റെ VFX ചെയ്യുന്നതായാലും അതിന് ഒരുപാട് പേര്, ചില കമ്പനികളൊക്കെ മാറിപ്പോയി, നമ്മൾ കൊടുത്തിരുന്ന അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന കമ്പനികളൊക്കെ സ്പ്ലിറ്റ് ആയിപ്പോയി, അങ്ങനെയൊക്കെ പറ്റി. അപ്പോൾ അതെല്ലാം ഒരുപാട്. അപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് അനുബന്ധമായിട്ട്, അതായത് ഇനിയൊരു സിനിമ സംവിധാനം ചെയ്യാൻ പ്രേരണ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിന്റെ ഭാഗമായിട്ട് ഇതിൽ നമുക്ക് അങ്ങനെയാണല്ലോ, ഇതിലും വലിയൊരു സിനിമ ഇനിയും ചെയ്യാൻ പറ്റില്ല. എന്നാലും അല്ല, അതിനൊരു പോസിബിലിറ്റി ഉണ്ടാവും തീർച്ചയായിട്ടും. അന്നേരം മമ്മൂട്ടിയെ നായകനാക്കി ഒരു സിനിമ സംവിധാനം ചെയ്യണം താല്പര്യമുണ്ടോ? അല്ല, അങ്ങനെ സംഭവിക്കട്ടെ. കാര്യം ഇത് ഒരാളെ ആക്കി എന്നുള്ളതല്ല. ഇപ്പം അതിൻ്റെ ഒരു സബ്ജക്റ്റ് വളരെ സ്ട്രെയിഞ്ചായിട്ട് അങ്ങനെ ഒരു താല്പര്യമുള്ളതുകൊണ്ടാണ് സിനിമ ചെയ്തത്. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ഏതോ ഇൻ്റർവ്യൂവിൽ എനിക്കൊന്ന് സന്തോഷം എന്നാണ് ചോദിച്ചിരുന്നത്, നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞാൽ അത് എൻ്റെ ജോലിയേ അല്ല, സംവിധാനം എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, അതിന് വേറെ ആൾക്കാരുണ്ട്. പക്ഷേ ഇത് വളരെ വ്യത്യസ്തമായിട്ട് ഒരു കാര്യം. ഇപ്പോൾ പെട്ടെന്ന് പറയാൻ, ഒരു കർണഭാരം എന്നൊരു സംസ്കൃത നാടകം ഞാൻ ചെയ്യാൻ കാരണം അതാരും ചെയ്യാത്തൊരു കാര്യമായതുകൊണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമയിലെ വേറെ ആക്ടേഴ്സ് ആരും ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ബോംബെയിൽ ഇത് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പം ഞാൻ നോക്കുമ്പോൾ നസറുദ്ദീൻ ഷാ, പിന്നെ ശശി കപൂർ, അദ്ദേഹത്തിൻ്റെ മകളൊക്കെ ഇരുന്ന് ആ പ്ലേ കാണുന്നുണ്ട്. പിന്നെ ഞാൻ അദ്ദേഹത്തെ ചോദിച്ചാൽ പറഞ്ഞു, ലാൽ ഇത് ഞങ്ങൾക്ക് പഠിക്കേണ്ടതാണ് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ, ബട്ട് നിങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു ചലഞ്ചെന്ന് പറയാൻ പറ്റില്ല, അതൊരു ഭാഗ്യമാണ്, ഒരു അനുഗ്രഹമാണ്. അപ്പോൾ ആ അനുഗ്രഹം പോലെ ഞാൻ ഈ സിനിമയെ കാണുന്നുള്ളൂ. അതിൻ്റെ സക്സസ്സോ കാര്യങ്ങളോ അല്ല, നമ്മൾക്ക് നമ്മുടെ ജീവിതയാത്രയിൽ ഇങ്ങനൊരു നിയോഗം കൂടെ ഉണ്ട് എന്ന് ഒന്ന് അടയാളപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. മമ്മൂട്ടി, മോഹൻലാൽ, മമ്മൂട്ടി ഇപ്പോൾ കഴിഞ്ഞ 4 പതിറ്റാണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ മലയാള സിനിമയുടെ മുഖബിംബങ്ങളാണ്. ഈ ഒരു ദീർഘകാലയളവിൽ മമ്മൂട്ടിയുടെ സാന്നിധ്യം മറ്റ് പലരും കരുതുന്നത് പോലെ, അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്ന പോലെ മത്സരാധിഷ്ഠിതമായിരുന്നോ, അതോ പരസ്പരം അഭിനയം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു ബാരോമീറ്റർ ആയിരുന്നോ നിങ്ങൾക്കിടയിലുണ്ടായിരുന്നു? നിങ്ങൾ ഏതാണ്ട് 52-53 സിനിമകൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും സിനിമകൾ ചെയ്യാൻ തയ്യാറാണ്. അങ്ങനത്തെ വേറെ ഒരു കാര്യമില്ല. കാര്യം
അദ്ദേഹത്തിൻ്റെ സിനിമകളും എൻ്റെ സിനിമകളൊക്കെ ഡിഫറെൻറ്റ് ഫിലിമാണ്. അല്ലാതെ ഇത് അദ്ദേഹത്തിൻ്റെ സിനിമ എനിക്ക് ചെയ്യാം, എൻ്റെ സിനിമ അദ്ദേഹത്തിന് ചെയ്യാമെന്നൊന്നും നമ്മൾ ചിന്തിച്ചിട്ടുമില്ല. അങ്ങനെ ഒരു കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ രണ്ടുപേരും കൂടി ഒരു സിനിമ ചെയ്യുന്നതിന് അതിൻ്റെ ഒരു പ്രൊഡക്ഷനൊക്കെ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അപ്പോൾ അതൊരു ഓരോരുത്തർക്ക് രണ്ടുപേരും ഒരു സിനിമ ചെയ്യുന്നു, രണ്ടുപേർ രണ്ട് സിനിമ ചെയ്യുന്നല്ലെന്നല്ല ആൾക്കാർക്ക് കാണുകയും ചെയ്യാം. അല്ലാതെ അതിൽ വേറെ ഒരു മത്സരം എന്ന് പറയുന്ന മറ്റുള്ളവർ അങ്ങനെ മത്സരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഒരുപാട് ഒന്നാമത് മലയാളത്തിൽ നമ്മുടെ ഒരുപാട് നല്ല ആക്ടേഴ്സ് പോയി. ഞങ്ങൾ വന്ന സമയം ഏറ്റവും നല്ലൊരു സമയമായിരുന്നു. ഇപ്പോഴും മോശം എന്നല്ല പറയുന്നത്. ഒരുപാട് സംവിധായകർ, കഥകൾ, സുവർണകാലമായിരുന്നു, ഭയങ്കര സമയം. അതിൽ കൂടെ സമയത്ത് നമ്മൾ അവരുടെയൊക്കെ അനുഗ്രഹത്തോടെ ഇതിൽ എത്തിപ്പെട്ടു എന്ന് പറയുന്നതാണ് ഭാഗ്യം അല്ലേ. ഞാനിപ്പോൾ SP പിള്ള സാറിൻ്റെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, ശിവാജി സാറിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, അമിതാഭ് ബച്ചൻ്റെ കൂടെ, അല്ലെങ്കിൽ നാഗേശ്വർ റാവു സാറിൻ്റെ കൂടെ, രാജ്കുമാർ സാറുമായിട്ട് നല്ല സൗഹൃദമാണ്. ഞാൻ MGRനായിട്ട് മീറ്റ്, അവരുടെയൊക്കെ ഒരു ബ്ലെസ്സിങ്സ് ഉണ്ട്. അപ്പം അതുപോലെ തന്നെ സ്ത്രീകളും, പത്മിനി അമ്മ അല്ലെങ്കിൽ സുമ, ഒരുപാട് ഇപ്പോൾ നമ്മൾ സങ്കടം വരും പറഞ്ഞു കഴിഞ്ഞാൽ, വേണുചേട്ടനായാലും ഗോപിച്ചേട്ടൻ, അങ്ങനെ വലിയ ഒരു ആൾക്കാരുടെ കൂടെ ആണ് അഭിനയിച്ചിരിക്കുന്നത്, മമ്മൂട്ടിയായാലും. അപ്പോൾ ഇതിലൊന്നും മത്സരിക്കേണ്ട കാര്യമില്ല. മത്സരിച്ചാൽ കുഴപ്പമാവും. അതുകൊണ്ട് എന്തിനാ മത്സരിക്കുന്ന, അതൊരു നല്ല ഒരു ബ്യൂട്ടിഫുൾ ഫാമിലി പോലെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും അങ്ങനെയാണ്. പക്ഷെ അവരൊക്കെ പോയി. അപ്പോൾ അവർ പോയത് കൊണ്ട് അത്തരത്തിലുള്ള സിനിമകൾ ഉണ്ടാകാൻ ഇനിയും പ്രയാസമാണ്. ഇപ്പോൾ IV ശശി, ഇപ്പം നിങ്ങൾ രണ്ടുപേരെയും വെച്ച് ഒരുപാട് എത്രയോ സിനിമകൾ ചെയ്തു. അതിലെല്ലാം അത്തരത്തിലുള്ള സിനിമ എടുക്കാൻ പറ്റിയ ഡയറക്ടർമാരും ഇപ്പോൾ ഇല്ല എന്നുള്ളതൊരു കാര്യമാണ്. ഡയറക്ടർമാർ അതിനേക്കാളും കൂടുതൽ അങ്ങനത്തെ അന്നത്തെ സബ്ജക്റ്റുകളൊക്കെ പക്ഷെ ചെയ്യാം, ഇപ്പോഴും ആൾക്കാർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നില്ല എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് അല്ലാതെ ചെയ്യാനുള്ള സിനിമകളുണ്ട്. ഒരാൾ ഒരു പ്രോജക്റ്റുമായിട്ട് വരികയാണ്, നിങ്ങൾക്ക് രണ്ടുപേർക്കും, അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യാം. പിന്നെ അപ്പോൾ അതിൻ്റെ കോസ്റ്റ്, പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ നോക്കണം. ഇപ്പോഴാണ് കുറച്ചുകൂടെ മലയാള സിനിമ പുറത്തേക്ക് ഒരു എക്സ്പോഷർ കിട്ടിയത്. അതെ, നമുക്ക് ഒരുപാട് തമിഴായാലും തെലുങ്കിലായാലും ഹിന്ദിയിലായാലും ഒക്കെ ചെയ്യാമെന്ന്. അപ്പോൾ രണ്ടുപേരെ വെച്ചൊരു സിനിമ ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ ഒരു സാമ്പത്തികം, കാര്യങ്ങൾ, അത് കഥ, അത് മോശമായി കഴിഞ്ഞാലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം. ശശിയേട്ടനോടൊക്കെ എത്രയോ സിനിമകളാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. മമ്മൂട്ടി എന്നുള്ള നടനെയും വ്യക്തിയെ എങ്ങനെയാണ് കാണുന്നത്? വളരെ സൗഹൃദത്തിലും നല്ല സ്നേഹത്തിലുമാണ് പോകുന്നത്. എപ്പോഴും വിളിക്കാറുണ്ട്, ഞങ്ങൾ സംസാരിക്കാറുണ്ട്. പിന്നെ ഇപ്പോൾ എൻ്റെ കുട്ടികളും അവരുടെ കുട്ടികളൊക്കെ ഇപ്പോഴും അവർ സംസാരിക്കും, വൈഫ്, അങ്ങനെയൊക്കെ ഒരു ഫാമിലി പോലെയാണ്. നമ്മൾ മദ്രാസിലായിരുന്നല്ലോ ആദ്യം ഒരുപാട് കാലം. കുട്ടികളുമായിട്ടാണ് കൂടുതൽ ബന്ധം. അവർ തമ്മിൽ പിന്നെ ഇമെയിലോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ ഈ തിരക്കുകൾ വരുമ്പോഴത്തേക്ക് നമ്മൾ അല്ലാതെ എല്ലാ ദിവസവും രാവിലെ ഫോൺ ചെയ്യുക അങ്ങനെയൊന്നുമല്ല. നമുക്കൊരാവശ്യം വരുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ എനിക്കൊരു കാര്യം എന്തെങ്കിലും അറിയണമെങ്കിൽ ഞാൻ അദ്ദേഹത്തിനെ വിളിക്കാറുണ്ട്, അദ്ദേഹം എന്തെങ്കിലും അറിയണം എന്നെ വിളിക്കാറുണ്ട്, അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി നമ്മൾ ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ കുറേ പേരുകളുണ്ടല്ലോ, ഇപ്പോൾ അമിതാഭ് ബച്ചൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ. എന്നിട്ട് ഇവരൊക്കെ ലാൽ സാറിൻ്റെ കൂടെ അഭിനയിച്ച് കഴിഞ്ഞ ശേഷം ലാൽ സാറിനോടൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞത് ഭാഗ്യമാണെന്നും അവരൊരു ആരാധനയോടെയും സംസാരിക്കാറുണ്ട്, പലയിടത്തും തുറന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ എന്ത് തോന്നും? കേൾക്കുമ്പോൾ എന്താണൊരു നമ്മൾ കൂടുതൽ ദൈവത്തിനോട് നന്ദി പറയുന്നു എന്നുള്ളതാണ്. ഇപ്പം ഞാൻ അവസാനമായിട്ട് വളരെ അടുത്ത അഭിനയിച്ച രജനീകാന്തിൻ്റെ കൂടെ, അപ്പം അവരൊക്കെ നമ്മളെ അത്രയും ഇഷ്ടപ്പെടുന്നു. അദ്ദേഹത്തിന് ഒരുപാട് വർഷമായിട്ട് എനിക്കറിയാം. എൻ്റെ ഫാദർ-ഇൻ-ലോയുടെ കുറേ സിനിമകൾ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. പണ്ട് മദ്രാസിലുള്ളപ്പോൾ എല്ലാ ആഴ്ചകളും ഞങ്ങൾ കാണും. ഞങ്ങളുടെ ഒരു ബീച്ച് ഹൗസിൽ അവർ ചിലപ്പോൾ ഡിന്നറിന് വരാറുണ്ട്. അങ്ങനെ ഒരുപാട് പരിചയമുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹമായിട്ട് അപ്പോൾ എപ്പോൾ കണ്ടാലും ആ സ്നേഹമുണ്ട്. എൻ്റെ വൈഫുമായിട്ട് നല്ല ഒരു, ഞാൻ കല്യാണം കഴിക്കുമ്പോൾ ഒരു ക്രഡിൽ സ്നാച്ചിങ് എന്നാണ് പറഞ്ഞത്, തൊട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി എന്നാണ്, ചെറിയ കുട്ടിയെന്നൊക്കെ പറയുന്നത്. അത്രയും സ്നേഹമുള്ള ആളാണ്. ഇപ്പോൾ ജയിലർ എന്നുള്ള സിനിമ കഴിഞ്ഞപ്പോഴും അദ്ദേഹം ഒരു എക്സൈറ്റ്മെൻറ്റാണ് നമ്മളെ കാണുമ്പോൾ. നമുക്കിതിനെപ്പറ്റി അറിയണം, സിനിമയെക്കുറിച്ച് അറിയണം. അതേപോലെയാണ് കമലഹാസനായാലും എല്ലാവരും, അമിതാഭ് ബച്ചൻ, അദ്ദേഹമൊക്കെ എപ്പോഴും നമ്മളെ മലയാള സിനിമയും നമ്മുടെ സിനിമകൾ ഞാൻ അദ്ദേഹമായിട്ട് ഇപ്പോൾ ആകെന്നുള്ള സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ലാലിൻ്റെ കുറേ സിനിമകൾ കാണണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എന്തൊക്കെയാണെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ എല്ലാ സിനിമയും പറ്റില്ല. അങ്ങനെ ഞാൻ 2-3 സിനിമ കൊണ്ട് കൊടുത്തു. അതിലൊരു സിനിമകളായിരുന്നു ഞാൻ അദ്ദേഹം സ്ഫടികം എൻ്റെ കൂടെ ആദ്യം അവിടെ തിയേറ്ററിൽ കാണാമെന്ന് വളരെ കാലം മുമ്പ്. ഞാൻ കൊടുത്ത സിനിമ എനിക്ക് തോന്നുന്നത് ദൃശ്യമുണ്ടോയെന്ന് എനിക്കറിയില്ല, അന്ന് ഇറങ്ങിയോന്നറിയില്ല. ഞാൻ കൊടുത്തതിൽ പ്രധാനപ്പെട്ട ഒരു സിനിമ അദ്ദേഹത്തിന് കാണുന്നതാണ് വാനപ്രസ്ഥം എന്നുള്ളത്. എന്നിട്ട് അദ്ദേഹം പിറ്റേ ദിവസം എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ ഇങ്ങനെ കുറേ സമയം നോക്കിയിട്ട് പറഞ്ഞു,
ഹൗ ക്യാൻ യു ഡൂ ദിസ്? കാര്യം അവർക്കതൊരു വലിയ കഥകളി എന്ന് പറയുന്നത് വലിയൊരു കാര്യമല്ലേ. അപ്പോൾ അദ്ദേഹത്തിനപ്പോൾ ആ കലയോടുള്ള കലാകാരനോടുള്ളൊരു സ്നേഹവും ഭയങ്കരമായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളും അവരെ അധികം റെസ്പെക്റ്റ് ചെയ്യുന്നല്ലേ. ഇപ്പോൾ ശിവാജി സാറായാലും അല്ലെങ്കിൽ പിന്നെ നാഗേശ്വര റാവു സാറൊക്കെ ആയാലും അവർക്ക് അങ്ങനെ ഒരു ചെറിയ ആക്ടർ വലിയ ആക്ടർ എന്നല്ല, ആ ഇൻഡസ്ട്രി അതിൽ അഭിനയിക്കുന്ന ഒരാൾ എന്ന് പറയുന്നതിൻ്റെ ഒരു റെസ്പെക്റ്റ് ഭയങ്കരമാണ്.